ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓ നമോ ഭഗവതേ വാസുദേവായ. ശ്രീ മഹാഭാഗവതം 3-ാം സ്കന്ധം 22-ാം അധ്യായം. കർദമന് ദേവഹൂതിയെ നൽകുന്നു. മൈത്രേയൻ പറഞ്ഞു, ഏവം തദ്ഗുണകർമ്മങ്ങൾ എല്ലാം വാഴ്ത്തി പ്രജാപതി വിരമിക്കെ തെല്ലുലജ്ജയൊത്തു ചൊന്നാൻ നൃപാധിപൻ. മനു പറഞ്ഞു, ഛന്ദോമയനജൻ വിദ്യാതപോ യോഗസ്ഥർ നിങ്ങളെ സൃഷ്ടിച്ചു വേദരക്ഷാർത്ഥം സ്വമുഖത്തിങ്കൽ നിന്നുമേ. തദ്രക്ഷാർത്ഥം വിരാട് ബാഹുജരായി സൃഷ്ടിച്ചു ഞങ്ങളെ. ചൊൽവൂ തദ്ഹൃദയം വിപ്രർ ശരീരം ഞങ്ങളെന്നുമായി. ഏവമന്യോന്യരക്ഷയ്ക്കായി ബ്രഹ്മക്ഷത്രകുലങ്ങളെ രക്ഷിപ്പു ഭഗവാൻ സർവാത്മകനാം ദേവനവ്യയൻ. അങ്ങെ കണ്ടതിനാൽ തന്നെ തീർന്നിതൻ ശങ്കയൊക്കെയും. പ്രീത്യാ ഭവാൻ ചൊന്നുവല്ലോ രാജനീതികൾ സർവവും. പുണ്യമറ്റോർക്കു ദുർദർശനങ്ങെ കാണാൻ ശിരസ്സിനാലിപ്പാദധൂളിയേൽക്കാനും ഭാഗ്യത്താൽ സാധ്യമായി വിഭോ. ഭാഗ്യത്താൽ നൽകി ധർമ്മോപദേശമൊത്തിങ്ങനുഗ്രഹം തുറന്ന കാതാല പുണ്യമൊഴി സർവം നുകർന്നു ഞാൻ. പുത്രീ സ്നേഹത്തിനാൽ പാരം കേഴുമെന്നഭിവാഞ്ചിതം കഥിക്കുവതു കേൾക്കാനായി കൃപയുണ്ടാവണം മുനേ. പ്രിയവ്രതോത്താനപാദ സ്വസ്വാവാമെൻ്റെ ഇമ്മകൾ ഇച്ഛിപ്പൂ ഗുണശീലാദി കൊണ്ടു ചേരുന്ന കാന്തനെ. ശ്രീനാരദൻ ചൊന്നു, നിന്റെ വയോരൂപഗുണാദികൾ കേൾക്കയാൽ അങ്ങയിൽ ദത്തചിത്തയായി തീർന്നിരിക്കയാം. അതിനാൽ ശ്രദ്ധയൊത്തെത്തിച്ചൊരു സർവാനുരൂപയെ വരിക്ക. ഗാർഹസ്ഥ്യത്തിനു ചേർന്നോളാണീ വരാംഗന. സ്വതഃസംപ്രാപ്തമാം ഭോഗം തട്ടി നീക്കുവതോർക്കുകില്ല യുക്തം മുക്തസംഗന്. എന്തോ താൻ സംഗീതൻ കഥ സ്വതപ്രാപ്തം വിട്ടു പിന്നെ ലുബ്ധനോടതിരക്കുകിൽ നശിക്കും തൻ സ്ഫീതകീർത്തി. ഉണ്ടാവും അവമാനവും ഉപകുർവാണനാമങ്ങു വേളിക്കിച്ഛിപ്പതായി ഞാൻ കേട്ടേൻ. വിദ്വൻ വരിച്ചാലും ഞാനേകുമിവളെ ഭവാൻ. ഋഷി പറഞ്ഞു, ശരി, വേളിക്കു തയ്യാർ നിന്മകളോ ദോഷഹീനയും യുക്തം. ഞങ്ങൾക്കു രണ്ടാൾക്കും ഈ ബന്ധം തർക്കമില്ലതിൽ. വേദാനുകൂലം തവ പുത്രി തൻ മനോരഥം ഫലിക്കട്ടെ. നൃപാലരത്നമേ, ആർക്കിഷ്ടമാകാതനുകാന്തിയാൽ ജിതശ്രീ എന്ന പോൽ മിന്നിടുമിക്കുമാരിയെ. മേടയ്ക്കുമേൽ കാൽത്തളയൊച്ചയൊപ്പമീ ചലാക്ഷിയാൾ പന്തു കളിച്ചു കാൺകവേ പതിച്ചു വിശ്വാവസുവും. വിമാനദേശത്തിങ്കൽ നിന്നാശു വിമൂഢചിത്തനായി. ലക്ഷ്മീപദാബ്ജത്തെ ഭജിക്കിലെന്നിയെ കാണാനുമാവാത്തൊരു കന്യകാമണി നിൻപുത്രി. ഉത്താനപാദൻ്റെ പെങ്ങൾ വന്നർത്ഥിച്ചു മാർ കൈവിടുമജ്ഞനെന്നിയെ. എൻ വീര്യമിസാധ്വിധരിപ്പൊരാ നാൾ വരക്കിരിക്കട്ടവളിങ്ങു തന്നെ. അതിൽ പരം പാരമഹംസമുഖ്യം ഹിംസാവിഹീനം വിധി ഞാൻ ഭജിപ്പൻ. ഏതിങ്കൽ ഈ അത്ഭുത വിശ്വമുണ്ടാ ലയിപ്പതേതിങ്കൽ ഇരിപ്പതേതിൽ. പ്രജാപതീശൻ ഭഗവാനവൻ താനെനിക്കു സർവോത്തമമാം പ്രമാണം. മൈത്രേയൻ പറഞ്ഞു, മഹർഷി മട്ടിലുരച്ചു ഹൃത്താൽ നമിച്ചു വിശ്വേശനയുഗ്രധന്വിൻ. സുസ്മേരമാം ആ വദനാംബുജത്താൽ ആകൃഷ്ടയായി തീർന്നിതു ദേവഹൂതി. സ്വഭാര്യാഹിതവും പുത്രീചിത്തവും കണ്ടു ഹൃഷ്ടനായി ഗുണാഢ്യനാമൃഷിക്കേകി തുല്യയാം നിജപുത്രിയെ. ശതരൂപാ മഹാറാണിയാളദ്ദമ്പതിമാർക്കുടൻ പ്രീത്യാ സ്ത്രീധനമായേകി ഭൂഷാവസ്ത്രധനാദികൾ. സ്വപുത്രിയെ സമാനന്നു നൽകി സന്തുഷ്ടനാം നൃപൻ ഉത്കണ്ഠാകുലനായി കെട്ടിപ്പുണർന്നാനാത്മപുത്രിയെ. വിരഹവ്യഥയെ താങ്ങാനാവാതെ മിഴിനീരിനാൽ ഓമലേ മകളെ എന്നായി നനച്ചാൻ തൽക്കചങ്ങളെ. മുനീന്ദ്രനോടധ നൃപൻ വിടവാങ്ങി സഭാര്യനായി ഗമിച്ചാൻ സ്വപുരം തേരിൽ പരിവാരസമേതനായി. സരസ്വതീ പുണ്യനദി തൻ്റെ രണ്ടു കരയ്ക്കുമായി നിൽക്കും ശാന്തർഷിമാർക്കുള്ള വർണ്ണശാലാ സമൃദ്ധികൾ കണ്ടുപോരും നൃപതിയെ. ബ്രഹ്മാവർത്തസ്ഥരാം ജനം എതിരേറ്റാർ ഹർഷപൂർവം ഗീതവാദിത്ര സംയുതം.
സ്വാംഗം കുടയവേ യജ്ഞമൂർത്തി തൻ പരരോമവും വീണ സമ്പൽ സമൃദ്ധം തത്പുരം ബർഹിഷ്മതീപ്രഥം എന്നും പച്ചച്ച ദർഭാദിയായി തീർന്നോരവതാപസർ കയ്യാണ്ടു യജ്ഞവിഘ്നങ്ങൾ പോക്കി പൂജിച്ചു യജ്ഞനെ കുശകാശമയം രോമം വിരിച്ചു ഭഗവാൻ മനു. അവ വീണുള്ളിടത്തിൽ താൻ പൂജിച്ചാൻ യജ്ഞമൂർത്തിയെ. ആ ബർഹിഷ്മതിയിൽ താപത്രയം പോക്കും നിജം ഗൃഹം പ്രവേശിച്ചു സുഖം വാണാൻ സ്വയംഭുവ മഹീപതി. ഉഷസ്സിലെന്നും ഭഗവത് കഥയിൽ ദത്തചിത്തനായി ഭാര്യമാരൊത്തു ഗന്ധർവാദികളാൽ സ്തുതകീർത്തിയായി ഭുജിച്ചു ഭോഗം ധർമാദിയുക്തം പത്നീ സമന്വിതം. ഐച്ഛികങ്ങളെ നേടാനായി ശക്തനായും നൃപേന്ദ്രനെ പിഴപ്പിച്ചില്ല ഭോഗങ്ങൾ ഭഗവത് പരനാകയാൽ. ഭഗവത് കഥയെ കേട്ടും ഓർത്തും വർണ്ണിച്ചു മോദിയും കാലാംഗയാമോരോന്നും അവന്നു സഫലങ്ങളായി. വാസുദേവ കഥാസംഘം കൊണ്ടു മൂവാധിവെന്നവൻ കഴിച്ചാൻ 71 ചതുര്യുഗവും ഇങ്ങനെ. ആത്മീയം മാനുഷം ദിവ്യം ഭൗതികം വ്യഥയും തഥാ ഭഗവത് ഭക്തനെ വ്യാസസൂനോ ബാധിപ്പതിവിധം. മുനീന്ദ്രർ ചോദിച്ചു ചൊന്നാൻ സർവഭൂതഹിതന്മനു നാനാധർമ്മങ്ങൾ വർണ്ണാശ്രമാദിധർമ്മങ്ങളും പുരാ. ആ ധന്യകീർത്തിയാമാദിമനുവിൻ അത്ഭുതം കഥ വർണ്ണിച്ചേൻ കേൾക്കുകിനി നീ തദപത്യാഭിവൃദ്ധിയും. ഹരേ നമ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. 22-ാം അധ്യായം കഴിഞ്ഞു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ.